ഇന്നലെ നല്ല മഴയായിരുന്നു, ഇന്ന് നല്ല ചൂടാ, ഒന്നും പറയണ്ട. ജസീമ, ആ നാട്ടിലിപ്പോ ഷിയാബ് മാത്രമല്ലേ ഉള്ളൂ. ആ അവനിവിടെ ഇങ്ങനെ ഓട്ടോ ഓടിച്ചൊക്കെ നടക്കുന്നുണ്ട്. ആ എടാ പിന്നെ ഞാൻ വിളിക്കാം, എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. ഓക്കെ ഇൻഷാ അല്ലാ. ഓക്കെ അസ്സലാമു അലൈക്കും. ആരെയൊന്ന് ഫോണില്? ഇസ്മായിലാണ്. അവൻ വിളിച്ചാൽ പെട്ടെന്ന് ഒന്നും വെക്കൂല, നാട്ടിലെ മുഴുവൻ കാര്യം അറിയണം. ഇജ്ജ് വന്നോണ്ട് ഞാൻ കഴിച്ചില്ലായി. നീ അങ്ങനെ പറയരുത് സമീറെ. ഒരു പ്രവാസിയുടെ അവസ്ഥ എന്താണെന്നറിയോ? ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ സ്വന്തം നാടും വീടും നാട്ടുകാരെയും വിട്ട് അന്യ നാട്ടിൽ പോയി നിൽക്കുന്നത് എത്ര ഗതികെട്ടവനാണെന്നറിയോ? ഒരു പ്രവാസിയുടെ അവസ്ഥ അറിയണമെങ്കിലേ ഒരു മാസമെങ്കിലും അവൻ്റെ കൂടെ അവിടെ പോയി നിൽക്കണം, അപ്പോൾ മനസ്സിലാവും. ഈ പ്രവാസികൾ ഫോൺ വിളിച്ചാലേ നമ്മളെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് അത് വേണം ഇത് വേണം ഇതൊക്കെ നമ്മൾ അവരോട് പറയും. എപ്പോഴൊരിക്കലും ഏതെങ്കിലും പ്രവാസി അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നിന്റെ വീട് പണിക്ക് വേണ്ടി സുലൈമാൻ 2 ലക്ഷം രൂപ അയച്ചു തന്നു. അത് നീ തിരിച്ചു കൊടുത്തോ? ഇല്ല, അത് തിരിച്ചു കൊടുത്തിട്ടില്ല. അവനോട് ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ അതൊന്നും കരുതിയിട്ടല്ല അങ്ങനെ സംസാരിച്ചത്. എടാ സമീറെ, നീ ഒന്ന് മനസ്സിലാക്കണം. ഒരു പ്രവാസിയുടെ വരുമാനം നിലച്ചാലേ നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നശിക്കും. അതിപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ നമുക്ക് നൽകുന്ന സമയത്തിൽ കുറച്ചെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി തിരിച്ചു നൽകണം. മനസ്സിലായോ? പ്രായം കൂടുന്തോറും ബാധ്യതകളും കൂടുന്നു. ബാധ്യതകൾ തീരുമ്പോഴേക്കും ജീവിതം അവസാനിക്കുന്നു. പ്രവാസമായി നന്ദി, നേടിത്തന്നതിനും നഷ്ടപ്പെടുത്തിയതിനും.